ശാലോം ടി വിയുടെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കാഞ്ഞിരപ്പള്ളിയിലെ FCC സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ടെസി മരിയായുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും ദൈവവിളി സ്വീകരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അവർ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദൈവാനുഭവത്തെക്കുറിച്ചുമൊക്കെ നാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. സന്യാസിയായി ആയതിനു ശേഷം സഭയുടെ പുതിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മദ്യപന്മാരുടെ ഇടയിലും തടവറയിൽ കിടക്കുന്ന ആളുകളുടെ മോചനത്തിനു വേണ്ടിയും സേവനം ചെയ്യുന്ന സിസ്റ്ററിൻ്റെ പുതിയ കർമ്മ പദ്ധതികളെക്കുറിച്ച്, പ്രവർത്തന മേഖലകളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. ഒരു ടീച്ചറായിട്ടാണല്ലോ സിസ്റ്റർ തൻ്റെ പ്രവർത്തന മേഖലകൾ ആരംഭിച്ചത്. എന്നാൽ മദ്യപന്മാരുടെ പുനരധിവാസത്തിനും അവരുടെ മോചനത്തിനുമായി സിസ്റ്റർ ഇറങ്ങിത്തിരിക്കാനുള്ള സാഹചര്യം ഒന്ന് പങ്കുവയ്ക്കുമോ? ഞാൻ ആദ്യമായിട്ടൊരു എയ്ഡഡ് സ്കൂളിൽ കയറിയത് അങ്കമാലി അടുത്തുള്ള കിടങ്ങൂർ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. വളരെ നല്ലൊരു അച്ചടക്കമുള്ള നല്ലൊരു സ്കൂൾ അന്തരീക്ഷം. തികച്ചും പാവപ്പെട്ട കുട്ടികളുടെ ഒരു ഏരിയയാണത്. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ടൊരു 37 കുട്ടികൾ എൻ്റെ കൂടെ അങ്ങ് പോരും. ആ പ്രദേശത്തെ കുറേ പാവപ്പെട്ട കുട്ടികൾ തന്നെ. അവർ മഠത്തിലേക്ക് വരുന്നു. അവിടെ മഠത്തിലെ അമ്മമാർ ഇച്ചിരി ചാമ്പങ്ങായും പേരയ്ക്കായും ഒക്കെ പറിച്ച് വെച്ച് അവർക്കത് ഒക്കെ കൊടുക്കും. അത്യാവശ്യം അവരുടെ വിശപ്പൊക്കെ ഇച്ചിരി മാറിക്കഴിയുമ്പോൾ ഒരുമിച്ചിരുത്തി കുറച്ച് സമയം പ്രാർത്ഥിക്കും. കുറച്ച് സമയം ഞാൻ അവരെ അതും ഇതൊക്കെ പഠിപ്പിക്കും. പിന്നെ കുറച്ച് കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഏതാണ്ടൊരു 2 മണിക്കൂർ സമയം പഠിത്തമുള്ള എല്ലാ ദിവസവും തന്നെ ഈ കുട്ടികളെ എൻ്റെ കൂടെ ചിലവഴിക്കുമായിരുന്നു. അതിൽ ഞാൻ ശ്രദ്ധിച്ചത് 2 കുട്ടികൾ തൊട്ടടുത്തുള്ള വീട്ടിലെയാണ്. 2 കുട്ടികളും വളരെ മിടുക്കരാണ്. പക്ഷേ അതിലെ മൂത്ത കുട്ടി 1ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിക്കുന്നു. ഇളയ കുട്ടി നഴ്സറി ക്ലാസ്സിലാണ്. മിടുക്കരാണെങ്കിലും ഒന്നിനും മുമ്പോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൻ മദ്യപാനിയാണ്. ഏതാണ്ടൊരു 4 മണി മുതൽ അവരുടെ വീട്ടിൽ കലാപരിപാടികൾ തുടങ്ങുക. അപ്പോൾ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് ഈ വെട്ടുന്ന ഒച്ച പോലെ കേൾക്കാം. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ വെട്ടുക എന്നുള്ളത് ഒരു വെട്ടുകത്തി വെച്ച് വെട്ടുകല്ല, അതിങ്ങനെ അടി കൊടുക്കുന്നതിൻ്റെ ഒച്ചയാണ് കേൾക്കുക, വളരെ ക്രൂരമായിട്ട് രീതിയിൽ. അപ്പോൾ മിക്കപ്പോഴും എനിക്ക് പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ സിസ്റ്റർ ആനി മരിയ ആയിൽ നിന്ന് അറിയുകയാണ് ഈ മദ്യപാനത്തിനെതിരെ ചികിത്സയുണ്ട്, പച്ചമരുന്നുകളൊക്കെ കൊടുത്ത് ഇത് നിർത്താൻ പറ്റുന്നൊരു സാഹചര്യം അറിയുന്നു. അപ്പോൾ മദ്യപാനികളെ എനിക്ക് പൊതുവെ പേടിയായിരുന്നു. കാരണം എൻ്റെ പപ്പ മദ്യപിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എങ്കിലും ഇതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ഒരു സുന്ദരമായൊരു ജീവിതം അവർക്ക് ഉണ്ടാകുമല്ലോ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറിയിരുന്നു. പിന്നെ കൂടാതെ തന്നെ ഈ സ്കൂൾ ടീച്ചിങ് എന്നുള്ളത് ആർക്കും സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അത് വിട്ട് മറ്റാർക്കും പറ്റില്ലാത്തൊരു മേഖലയിലേക്ക് ഇറങ്ങാൻ ഒരു പ്രേരണ എനിക്ക് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തിൽ തന്നെ ആരോരും ഇല്ലാത്തവരെ, പ്രത്യേകിച്ച് ആരും സഹായിക്കാനില്ലാത്തവരെ, സ്നേഹം കിട്ടാത്തവരെ, ഇവരെയൊക്കെ ഒന്ന് പരിഗണിക്കണം, ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു ആദമ്യമായ ആഗ്രഹം എൻ്റെ മനസ്സിൽ ജനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് വെച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ സ്കൂൾ ടീച്ചിങ് ഒന്ന് വിടാനുള്ള ഒരു പ്രേരണ കിട്ടിയപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മരിയ പുഷ്പമാണ്. മരിയ പുഷ്പത്തോട് അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കൗൺസിലിൽ പ്രത്യേക ഒരു അപേക്ഷ വെച്ച് ഇതുപോലൊരു ആഗ്രഹം എനിക്കുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു. അപ്പോൾ കൈ നിറച്ച് പൈസ കിട്ടുന്ന ഒരു സമയമാണ്. എനിക്കത്ര പ്രതീക്ഷയില്ലാന്ന് തന്നെ അങ്ങനെ അങ്ങ് ഫ്രീ ആക്കുമെന്ന്. പക്ഷേ സഭ അത് ചെയ്തെന്നുള്ളത് ഇന്നും അത് ഞാൻ വളരെ സന്തോഷത്തോടെ ഏറെ നന്ദിയോടുകൂടി കാണുന്നൊരു കാര്യമാണ്. എന്നാൽ ആ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവരെ ഒന്നിച്ച് മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അവരോടൊപ്പം പ്രാർത്ഥിക്കാനും അവരുമായി ഷെയർ ചെയ്യാനൊക്കെ ഇടയായതിലൂടെ ആ കുടുംബത്തെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു സിസ്റ്റർ? എനിക്ക് ഒരു പരിധിവരെയും സാധിച്ചു. കാരണം ഞാൻ ഈ ശുശ്രൂഷാരംഗത്ത് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്തത് തമ്പലക്കാട് ആശ്രമത്തിലെ ഒരു മാക്സുമായിട്ട് ചേർന്ന് അവിടെയുള്ള ഒരു 14 പേരെ, ഈ കുട്ടികളുടെയൊക്കെ ബന്ധപ്പെട്ട 14 പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് അവിടുന്ന് ഇവിടുന്നും ഒക്കെ പോയി പിടിച്ച് ഈ വണ്ടിയെ കയറ്റി തമ്പലക്കാട് ആശ്രമത്തിൽ കൊണ്ടുവന്ന ഒരു ധ്യാനത്തിന് സംബന്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അതിലൂടെ കുറേ കുടുംബങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. ടെസി മരിയ സിസ്റ്ററെ കാണാനായിട്ട് ഇടയായ കാര്യം എൻ്റെ ഒരു കൂട്ടുകാരി മുഖേനയാണ്. കൂട്ടുകാരിക്ക് ജീവിത പ്രശ്നങ്ങൾ മൂലം ഇവിടെ നിന്നിട്ടുണ്ട് 1 മാസം. അങ്ങനെ അത് ആ പുള്ളിക്കാരത്തി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ വരാനായിട്ട് ഇടയായത് എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ 3 വർഷത്തോളമായി 3 വർഷത്തോളമായിട്ട് മദ്യത്തിന് അടിമപ്പെട്ടു പോയിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. 7 വർഷം നല്ല കുഴപ്പമില്ലായിരുന്നു. 3 വർഷം മദ്യപാനം മൂലം സ്വസ്ഥതയില്ല, സമാധാനമില്ല, വീട്ടിൽ വളരെ ഭാരപ്പെട്ടു. പിന്നെ ഞാനിങ്ങനെ ഓർത്ത് എവിടെ ചെല്ലും, അല്ലെ നമ്മുടെ വീട്ടിൽ പോയാൽ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെയായിട്ട് ചെല്ലുമ്പോൾ അവിടെ ചെന്നൊരു അഭയം പ്രാപിക്കും. ഇപ്പം പിള്ളേരെയായിട്ട് നമ്മൾ എവിടെ പോകും, അങ്ങനെ സിസ്റ്ററുടെ അടുത്തേക്ക് എന്നാൽ പോകാമെന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ വന്ന സാഹചര്യം എന്ന് പറയാൻ അതുപോലെ ഞങ്ങൾ
ഭാരപ്പെട്ട് ഈ ഇത്രയും പത്തനംതിട്ട കഴിഞ്ഞ് തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ. അത്രയും ദൂരെ നിന്ന് ഇത്ര മണിക്കൂറുകൾ കൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് സിസ്റ്ററോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാനിടയായി. എല്ലാ സംഭവങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മദ്യപാനം മൂലവും വീട്ടിലുണ്ടാകുന്ന സാഹചര്യം. കൊച്ചുങ്ങൾ സ്കൂളിൽ ഫസ്റ്റ് റാങ്കോടെ പഠിക്കുന്ന പിള്ളേരാണ് 3 പേരും. സ്കൂളിൽ ഫസ്റ്റ് റാങ്കാണ്. അദ്ദേഹത്തിൻ്റെ മദ്യപാനം മൂലം പിള്ളേരുടെ പഠിത്തവും കൂടെ ഇത് പുറകോട്ടാവുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പിന്നെ അങ്ങനെ ഇവിടെ വന്ന് സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിസ്റ്റർ എന്നെ കൗൺസിലിംഗ് ചെയ്ത് പ്രാർത്ഥനയിലൂടെ ആത്മീയമായിട്ടും, സത്യത്തിൽ പറഞ്ഞാൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ നൽകി ഞങ്ങളിവിടെ കുറച്ച് ദിവസം താമസിപ്പിച്ചതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ സിസ്റ്റർ വാങ്ങി അദ്ദേഹവുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഞങ്ങളറിയാതെ തന്നെ അദ്ദേഹത്തെയും 2 ദിവസം കൗൺസിലിംഗ് ചെയ്തു. അതിന് പുള്ളിക്കാരനോട് ഇതുപോലെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. മദ്യപാനം മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും എല്ലാം ഇന്നത്തെ കാലത്ത് ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ല. അപ്പോൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ സിസ്റ്റർ ഞങ്ങളെ ഒന്നിപ്പിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയും പുള്ളി ഇപ്പം മദ്യപിക്കാറില്ല. വല്ലപ്പോഴൊക്കെ മദ്യപിക്കും. കള്ളം പറയുന്നതിൻ്റെ താല്പര്യമില്ല. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കും. കരിങ്കലിൻ്റെ പണിക്കൊക്കെ പോകുന്നതാണ്. നേരത്തേതിനെ കഴിഞ്ഞും എത്രമാത്രം നന്നാകാമോ അത്രയും നന്നായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പം വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അയൽഭാഗത്തൊക്കെ ചോദിച്ചാൽ വീട്ടിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ജോലി ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാതിലൊക്കെ കിടക്കുന്ന ചെറിയ കമ്മലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം വാങ്ങിച്ചതാണ്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഈ മദ്യപാനികളുടെ പുനരധിവാസം, അവരെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളത്. ആ മേഖലയിൽ എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം വെല്ലുവിളികളുമാണ് സിസ്റ്റർ നേരിട്ടിട്ടുള്ളത്, അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുത്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ടീച്ചിങ്ങിൽ നിന്ന് വിട്ട് ഏതാണ്ട് മാർച്ച് 31 ക്ലാസ് കഴിയുന്നു. പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വരുന്നു. മെയ് 2 മാസങ്ങൾ അവിടുത്തെ വ്യത്യസ്തമായ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഗ്രേസ് ആയിരുന്നു. സിസ്റ്റർ ഗ്രേസ് വെറുതെ എന്നോട് പറഞ്ഞു, ഇവിടെ ആൽക്കഹോൾസ് നിറയെ ഒരു ക്ലാസ് നടപ്പുണ്ട്, ഒന്ന് പോയി കൂടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്തോ ഒരു വലിയ ക്ലാസ്സാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും വേറൊരു സിസ്റ്ററോട് ചെല്ലുകയാണ്. അപ്പോൾ കുട്ടിക്കാനത്ത് ഡയറി വെച്ചായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഫാദർ സെബാസ്റ്റ്യൻ വെച്ചൂക്കരോട്ടാണ് അന്നത്തെ ഞങ്ങളുടെ മധ്യവർത്തി സമിതിയുടെ ജെയിൻ മിനിസ്റ്ററുടെ എല്ലാം ഡയറക്ടർ. 3 ദിവസത്തെ ഒരു ക്യാമ്പാണ്. അച്ഛനാണ് അതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. കുറേ ആൾക്കാരുണ്ട്. എനിക്കതെല്ലാം വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഞാൻ നാളുകളായിട്ട് ഞാൻ കാത്തിരുന്ന, പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ അവിടെ നടക്കുന്ന സംഭവം. ആദ്യത്തെ ഒരു ക്ലാസ് 2 മണിക്കൂർ നമ്മുടെ പുളിക്കപ്പിതാവിൻ്റെ ആയിരുന്നു. അന്ന് പിതാവല്ല, പിതാവിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഈ കണ്ടുമുട്ടിയ ലൂക്ക 4:18-19 തിരുവചനങ്ങൾ കർത്താവിൻ്റെ ആത്മാവിനുണ്ട്. ആ ഒരു വചനത്തിൻ്റെ ഒരു വിശദീകരണമാണ് അച്ഛന് അന്ന് അവിടെ ക്ലാസ്സിൽ നൽകിയത്. അപ്പോൾ അതെനിക്ക് തികച്ചും ഞാൻ കാത്തിരുന്ന ഒന്ന് കിട്ടിയൊരു അനുഭവമായിരുന്നു. കൂടെ ആ ക്യാമ്പ് കഴിയുന്ന സമയത്ത് വെച്ചുകാരുടെ എന്നോട് ചോദിക്കുകയാണ്, കാഞ്ഞിരപ്പള്ളി രൂപത മധ്യവിരുദ്ധ സമിതിക്ക് ഇപ്പോൾ ആനിമേറ്റർ ഇല്ലാതിരിക്കുന്ന സമയമാണ്, സിസ്റ്റർ ഒരു ടീച്ചിങ് ഫീൽഡൊക്കെ വിട്ടു നിൽക്കുന്ന സമയമാണല്ലോ, സിസ്റ്റർ ഒന്ന് കൂടാമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ അനുവാദത്തോടു കൂടി ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ വന്നു, പ്രൊഫഷനിൽ വന്ന് അവതരിപ്പിച്ച് അപ്പോൾ എനിക്കൊരു സമ്മതം കിട്ടി. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സമ്മതം കിട്ടി. തമ്പലക്കാട് പെനുവേൽ ഇമ്മാനുവൽ 2 ആശ്രമങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുക. അപ്പോൾ ഞാനൊരു സിസ്റ്ററിനെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒന്ന് പരിചയപ്പെടാൻ ചെല്ലുക. അപ്പോൾ അച്ഛൻ എന്നെ ആ വർഷം നടക്കാനുള്ള പരിപാടികളെല്ലാം അച്ഛനിങ്ങനെ കാണിക്കുക. വമ്പം പരിപാടികളാണ്, മൊത്തം എല്ലാ ദിവസം ഓരോ പരിപാടികളാണ്. അപ്പോൾ ഇതെല്ലാം അച്ഛൻ കാണിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിട്ട് സ്വാഭാവികമായിട്ട് കുറേ മാനസിക രോഗികളുടെ നടപ്പുണ്ട്. അവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുക വരാന്തയിൽ. എന്തോ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടി അച്ഛൻ മുറിയിലേക്കൊന്ന് കയറിപ്പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ അവരോട് സംസാരിച്ച് ഇത്തിരി മാറി നിൽക്കുന്നു. ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് വളരെ കൂളായിട്ട് ഇങ്ങ് വരിക, ജസ്റ്റ് പാസ് ചെയ്യുന്ന പോലെ ഇങ്ങ് കടന്നു വന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ ചുമ്മാ നിൽക്കുക. വേണോടി നിനക്കൊന്ന് ചോദിക്കുകയും ആ കൈ വീശിയിട്ടൊരു ഒറ്റ അടിയെന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി എനിക്കിട്ട് അടിച്ചു. പക്ഷേ ഈ കൈ ഇങ്ങനെ വന്ന് നിന്നതല്ലാതെ എൻ്റെ മുഖത്ത് തൊട്ടില്ല. അപ്പോൾ കണ്ടവരെല്ലാം കൂടെ പെട്ടെന്ന് ഓടിക്കൂടി. അപ്പോൾ അവിടുത്തെ എല്ലാവരെയും അടിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും പേടിയെ ചുമ്മാ വന്നിട്ട് അടിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അന്നൊരടി കിട്ടേണ്ടതായിരുന്നു. എനിക്കത് ശക്തമായൊരു ദൈവപരിപാലന, ദൈവം സംരക്ഷിക്കും എന്നുള്ളൊരു വലിയ ഉറപ്പ് എനിക്കതിലൂടെ തരാൻ വേണ്ടി തമ്പുരാൻ തന്ന ഒരു അനുഭവമായിട്ട് ഞാൻ അതിനെ എടുക്കുകയാണ്. ദൈവം നൽകിയ വലിയൊരു സംരക്ഷണ അനുഭവം, ഒരു സംരക്ഷണം. മുന്നോട്ട് ചാടിക്കോ ഇറങ്ങിക്കോ, ഞാൻ കൂടെയുണ്ട്. വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും, പക്ഷേ തളർന്നു വീഴാതെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്നുള്ള ഒരു ഉൾവിളി അതിലൂടെ ലഭിച്ചിട്ടുണ്ടാവും. ഉൾവിളി എനിക്ക് ലഭിച്ചു അതിലൂടെ. പിന്നീട് സിസ്റ്റർ ഈ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ മദ്യപാനികളെ, നമ്മൾ സാധാരണ മദ്യപാനികളെ നേരിട്ട് അവർ വിളിച്ച് ധ്യാനത്തിന് വരുന്നതിനോ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതിനോ ഒന്നും അവർ തയ്യാറാവണം നിർബന്ധമില്ല. അവരെ തീർച്ചയായിട്ടും അവരെ പുറകെ ഫോളോ ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങളുണ്ടാവും. അത്തരം അനുഭവങ്ങൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ഈ പ്രവർത്തന മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യം ഈ ശുശ്രൂഷ രംഗത്തേക്ക് കടക്കുമ്പോൾ അന്ന് ഞാൻ പ്രത്യേകിച്ച് ക്ലാസ്സുകളോ കാര്യങ്ങളൊന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അന്ന് ആദ്യം ചെയ്യുന്നത്, ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ എന്നോട് ചോദിക്കുക, ടെസ്സി, ഞാൻ ഒത്തിരി ദിവസങ്ങളായി ഒന്ന് ധ്യാനിക്കാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ടെസ്സിക്ക് ഇവിടെയുള്ള ഈ ആഹാരം ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ചാർജ് ഒന്ന് എടുക്കാമെങ്കിൽ ഞാനൊന്ന് പോയി ഒരാഴ്ച ധ്യാനിക്കാം. അപ്പോൾ ഞാനന്ന് തയ്യാറായി. അതുകൊണ്ട് 10, 100, 120ഓളം മാനസിക രോഗികളുള്ള ആ സെൻറ്ററിൽ ഇവരുടെ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഇവരുടെ ആഹാരത്തിൻ്റെ ഒരു ചുമതല ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ അങ്ങോട്ട് ചെല്ലുന്നു, ചായ എടുക്കുന്നു, കാപ്പി എടുക്കുന്നു, ഉച്ചയ്ക്കത്തേക്കുള്ള ചോറിനൊക്കെ ചേട്ടന്മാരുണ്ട്, അവരെ കൂട്ടി അത് ചെയ്യിക്കുന്നു, അത്യാവശ്യം കറി ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങൾ ഇവർക്ക് ആഹാരം കൊടുക്കാനും ഇവരുടെ കൂടെ ആയിരിക്കാനും അതെനിക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ എന്നെ ധൈര്യമായിട്ട് സിസ്റ്റർ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്തൊരു വിഷയമാണ് പാൻ മസാലയെക്കുറിച്ചും പുകവലിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ. അത് ആ പിനവേൽ ആശ്രമത്തിൽ, ഇമ്മാനുവേൽ ആശ്രമത്തിലെ ധ്യാനത്തിന് അവിടെ ക്ലാസ് തുടങ്ങി. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 10,000-ൽ പരം സ്റ്റേജുകളിൽ, വേദികളിൽ, കുടുംബ കൂട്ടായ്മകളിൽ, സ്കൂളുകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ പോയി ഞാൻ ഈ വിഷയം ക്ലാസ് എടുക്കാനായിട്ട്. 10,000-ൽ പരം വേദികളെന്ന് പറഞ്ഞാൽ ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളെ ഇതിലൂടെ ഈ ബോധവൽക്കരണം കൊടുക്കാനായിട്ട് സിസ്റ്ററിൻ്റെ ഈ കുറച്ച് കാലഘട്ടങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനൊരു 3 മാസം മണിപ്പൂർ പോയ കാലഘട്ടത്തിൽ തന്നെ 25,000-ൽ പരം കുട്ടികൾക്ക് 3 മാസം കൊണ്ട് ക്ലാസ്സുകൾ കൊടുത്തു. കാരണം അവിടെ അങ്ങനെ ആരുമില്ല അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാൻ. കുഞ്ഞു കൊച്ചു തൊട്ട് വലിയ ആൾ വരെ മുഴുവൻ ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്ന ഒരു ലഹരിയുടെ നാടാണ് മണിപ്പൂർ. അപ്പോൾ ഒരു ക്ലാസ്സിലോട്ട് കയറി ചെന്ന 50 പേരുടെയും 50 പേരുടെയും വായിൽ എന്തൊക്കെയോ കാണും. അപ്പം പ്രധാന അധ്യാപകൻ്റെ വായിലും കാണും. എല്ലാവരും അത്യാവശ്യം മുറുക്കി തുപ്പിയൊക്കെ നടക്കുന്നൊരു സാഹചര്യമാണ്. നമ്മൾ അത്യാവശ്യം വിഷ്വൽസൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പം അത് വളരെ ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2008-ൽ ഇമ്മാനുവേൽ ധ്യാനേന്ദ്രത്തിൽ വെച്ചാണ് സിസ്റ്റർ ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പോൾ ഞാൻ മദ്യപിച്ച് ഭയങ്കര മദ്യപാനിയായിരുന്നു. എനിക്ക് ഏറ്റു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. സിസ്റ്ററുടെ സാന്ത്വനത്തിൽ കൂടി എന്നെ 7 ദിവസം പരിപാലിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കരകയറി പോരുകയായിരുന്നു. സിസ്റ്ററെ നല്ല ക്ലാസ്സായിരുന്നു നൽകിയത് അവിടെ. അതിലുപരി നമ്മളെ ഒരു പ്രത്യേക സ്നേഹം നൽകിയാണ് സിസ്റ്റർ. ഒരു മദ്യപാനിയെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ര ഇതായാണ് സിസ്റ്റർ സ്നേഹിച്ചത്. ആ സ്നേഹത്തിൽ കൂടിയാണ് സിസ്റ്റർക്ക് ഞങ്ങളെ നേടിയെടുക്കാൻ സാധിച്ചത്. എൻ്റെ കുടുംബം മൊത്തം തകർന്നു പോയതായിരുന്നു. വീട് പോലും ഇല്ലാതെ കടന്ന ഞാൻ ഈ ധ്യാനം കൂടി അതിൽ കൂടി എനിക്ക് ഭയങ്കര ഉയർച്ച നൽകി. മദ്യപാനം ആരംഭിച്ചല്ല ആ ഒരു ശീലം തുടങ്ങിയതിന് ആ കാലഘട്ടവും അതിൻ്റെ കൂടെ കടന്നുപോയ കാലഘട്ടത്തിന് ശേഷം ധ്യാനമൊക്കെ കൂടി നവീകരണത്തിലേക്ക് കടന്നു വന്ന് ഒരു മോചനമൊക്കെ ലഭിച്ചു കഴിഞ്ഞുള്ള കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? അവർ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്? നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. എല്ലാവരും ദിവ്യബലി അർപ്പിക്കാൻ എല്ലാ ദിവസവും വരുന്നുണ്ട് കൂടെ. നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരു വ്യക്തിയിൽ മദ്യപാന ശീലം എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നാണ് സിസ്റ്റർ തൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്? ആദ്യം വെറുതെ ഒരു തമാശ, ഒരു നേരം പോക്ക്, ഒന്ന് ബോറടി മാറ്റാൻ, ഇങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ്. ഇതിൻ്റെ ഒരു മനഃശാസ്ത്ര വശം എന്ന് പറയുന്നത്, ആദ്യം എടുക്കുന്ന എന്തുമാകട്ടെ, ഒരു പെഗ്ഗാകട്ടെ, ഒരു പാനാകട്ടെ, ഒരു സ്മോക്ക് എന്തുമാകട്ടെ, അത് തലച്ചോറിലൊരു ഒരു ഹാപ്പി മൂഡ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനും ജീവിക്കുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോ. അപ്പം അവൻ ഒരു അനുഭവം കിട്ടിക്കഴിയുമ്പം തുടർച്ച ഇനി എപ്പോഴാണ് ഈ അനുഭവം ഇങ്ങനെ തിരയുന്നൊരു കാലമുണ്ട്. കൂടാതെ ഈ ആദ്യം വല്ലപ്പോഴും ഒന്ന്, പിന്നെ ഇത്തിരി കൂടി അടുത്ത്, പിന്നെ സ്ഥിരം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലിൽ തിലങ്ങ് പെട്ടുപോവുക. ഇങ്ങനെ പെട്ടുപോകുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് എന്തെല്ലാം പ്രവർത്തന മേഖലകളാണ്, എന്തെല്ലാം ശുശ്രൂഷ രംഗങ്ങളാണ് സിസ്റ്റർ ഈ കാലഘട്ടങ്ങളിൽ ഇമ്മാനുവേൽ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ടും മറ്റ് പുറത്തുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത്? ഏതാണ്ടൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ധ്യാനം മതിയോ, ഒരു ചികിത്സ ആവശ്യമുണ്ടോ. അതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പം ഞാനൊരു സിസ്റ്ററാണ്. എൻ്റെ സ്നേഹപൂർവമായ ഒരു ഇടപെടൽ ആ വ്യക്തിക്ക് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ വ്യക്തി ആരാണെങ്കിലും എന്നോട് എങ്ങനെ ഇടപെട്ടാലും എത്രമാത്രം കരുണയോടെ, എത്രമാത്രം സ്നേഹത്തോടെ, അതിലുപരി ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഒരു സ്വന്തം സഹോദരൻ. ഞാൻ സിസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇടപെടുമ്പം തന്നെ ഈ മദ്യപാനികളെ കൂടുതൽ എളുപ്പമാണ്
സാധാരണ ഒരു മനുഷ്യനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവന് എല്ലാ വശവും വിചാരിച്ച് ചിന്തിക്കുന്നെങ്കിൽ മദ്യപാനി അങ്ങനെയല്ല. നമ്മൾ ആ പറയുന്ന അതെവിടെ അങ്ങ് വിശ്വസിക്കുക. അവർക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? രക്ഷപ്പെടാനുള്ള ആഗ്രഹം ഇല്ലാത്തവരില്ല, ഉണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇതിനകത്ത് നിന്ന് എങ്ങനെ രക്ഷയുണ്ടെന്നൊന്നും അറിയില്ല. രണ്ടാമത്തെ കാര്യം, രക്ഷയെന്ന് ചിന്തിക്കണമെങ്കിൽ തന്നെ അത് ഒരു സംഭവം ഉണ്ടാവണം. അതില്ലാതെ പോകുമ്പോഴാണ് പ്രശ്നം വരിക. പ്രത്യേകമാകുന്നത് ഞാൻ സിസ്റ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പലപ്പോഴും. തെരുവുകളിലും രാത്രി കാലങ്ങളിലൊക്കെ മദ്യപാനികളൊക്കെ തിങ്ങിപ്രാർക്കുന്ന പല സ്ഥലങ്ങളിലും ചെന്ന് പ്രസംഗം പറയുക, അവരെ ബോധവൽക്കരിക്കുക, പ്രത്യേകിച്ചുള്ള സ്ലൈഡുകളൊക്കെ കാണിക്കുക, സിനിമ പ്രദർശനങ്ങളൊക്കെ നടത്തുക. ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ധൈര്യം, പ്രോത്സാഹനം ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മധ്യവർത്തി സമിതിയുടെ ആനിമേറ്റർ ആയിരുന്ന കാലത്ത് അന്ന് ബഹുമാനപ്പെട്ട വെച്ചൂക്കരട്ടച്ചൻ, ജോർജ് കുട്ടിയാസ്തി സാറ്, ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പം ശശി പ്രസാദ്, ജോർജ് കുട്ടി ഓർഗനിസ്റ്റ്, അങ്ങനെ എല്ലാവരുടെയും കൂടെ നല്ലൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ സാന്നിധ്യത്തിൽ വലിയൊരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നതിന് ഇടയിലാണ് എൻ്റെ ഈ ക്ലാസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെയും ഒരു സപ്പോർട്ട്. അതിനിടയ്ക്ക് നിന്ന് പ്രോഗ്രാമിനിടയ്ക്ക് നമ്മുടെ ഈ ക്ലാസ്. ഈ ആലയത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ആ സമയത്തും മറ്റ് സാഹചര്യങ്ങളിലും ഒക്കെ ഇറങ്ങിച്ചെല്ലാനായിട്ട് സഭാധികാരികളുടെ ഇടയിൽ നിന്നും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ നിന്നും വേണ്ടത്ര പ്രോത്സാഹനം ലഭിച്ചിരുന്നു? എനിക്ക് ലഭിക്കാവുന്നതിൻ്റെ മാക്സിമം പ്രോത്സാഹനം ലഭിച്ചു. പ്രത്യേകിച്ചൊരു സിസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്ക് സഭാധികാരികളുടെ ഒരു അറിവും സമ്മതവും കൂടാതെ നമുക്ക് ഒറ്റ കാര്യം പറ്റത്തില്ല. എനിക്കത് ദൈവം നമ്മളെ നയിക്കുന്നത് കൊണ്ടാകാം ആദ്യ കാലം തൊട്ട് തന്നെ നല്ലൊരു സമ്മതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു യാത്രയാട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മദ്യപാനിയുടെ വീട്ടിൽ പോകുകയാട്ടെ ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെയുള്ള ഒരു സിസ്റ്ററിനെ ആരുടെയെങ്കിലും കൂട്ടിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കെല്ലാം പോവുക. അപ്പോൾ അത് നമുക്ക് വലിയൊരു ധൈര്യമാണ്. നമ്മുടെ കൂടെ ഒരു സിസ്റ്റർ ഉള്ളപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം, നമുക്ക് ആരോടും സംസാരിക്കാവുന്ന ഒരു ശൈലിയുണ്ട്. പിന്നെ എനിക്ക് അറിയാം, എൻ്റെ സഭാധികാരികൾ എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനേക്കാൾ ഒരു ഉത്തരവാദിത്വ ബോധം എനിക്കുണ്ട്. കാരണം എന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചപ്പോൾ എനിക്കതിൽ അവരോടൊരു വലിയൊരു കടപ്പാട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. തമ്പുരാൻ ഏൽപ്പിച്ച ദൗത്യത്തോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തി എന്ന് തന്നെ നമുക്കതിനെക്കുറിച്ച് പറയാം. അങ്ങനെയാണ് എനിക്ക് പറയാൻ സാധിക്കുക. ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസി മരിയയുടെ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ജോസഫിയാൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്? ഉദാഹരണത്തിന് മദ്യപാനം എന്ന ശീലത്തിൽ നിന്നും അതിലൂടെ ഉണ്ടായിരുന്ന കുടുംബത്തിൻ്റെ അവസ്ഥയിൽ നിന്നുമൊക്കെ വലിയൊരു മോചനം ഉണ്ടാവാൻ കാരണമായി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ജോസഫിയേട്ടന് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരു ഷാപ്പിൽ നിന്ന് കള്ളിച്ച് ഇറങ്ങി വരുമ്പോഴാണ് സിസ്റ്ററായിട്ട് കാണുന്നത്. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞ് ഇങ്ങനെ ധ്യാനമൊക്കെ ഉണ്ട്, അതിന് കൂടണം. അപ്പോൾ ഞാൻ സിസ്റ്ററോടൊന്ന് ഇതിലൊക്കെ പറഞ്ഞായിരുന്നു, ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. ഒത്തിരി നാളായി, ഞാൻ 23 വർഷമായി, 25 വർഷത്തോളമായി മദ്യപാനം തുടങ്ങിയിട്ട്. അപ്പോൾ നിർത്താൻ വലിയ പാടൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സിസ്റ്ററോടെ വന്നു, എൻ്റെ പുറകെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 4 പിള്ളേരുണ്ട്, അപ്പം ഞാൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുമാണ്, അങ്ങനെ അപ്പം ഞാൻ ബുദ്ധിമുട്ടാണ്, പിള്ളേരെ പള്ളിക്കൂടത്തിൽ വിടണം, അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വന്നപ്പം സിസ്റ്റർ പറഞ്ഞു, പിള്ളേരെ ഞാൻ സ്കൂളിൽ ടീച്ചർമാരെല്ലാം പറഞ്ഞോളാം, ഒരാഴ്ചത്തേന് പിള്ളേർ വരികയില്ല, അങ്ങനെ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പം സിസ്റ്റർ എന്നാൽ പോയേക്കാന്ന് പ്ലാനിട്ടു തമ്പലക്കാട് ആശ്രമത്തിൽ. അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു, വൈകിട്ട് ഒരുങ്ങി വരണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വൈകിട്ട് ഒരുങ്ങി. അന്നേരം ഞാൻ ശരിക്കും കഴിച്ചിട്ടാണ് വണ്ടിയെ കയറുന്നത്. അവിടെ ചെന്ന് ധ്യാനമൊക്കെ കൂട്ടി 2 ദിവസം കഴിയുമ്പം 2 ദിവസം വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ഇന്നിരിക്കാനൊക്കെ. അത് കഴിയുമ്പം കുറച്ച് 2-3 ദിവസം ആയപ്പോൾ ഇച്ചിരി മാറ്റം വരാൻ തുടങ്ങി. അന്ന് വീട്ടുകാരത്തേക്ക് സന്ധിവാദമൊക്കെ ആയിരുന്നു. അന്ന് തീർത്ത് കിടപ്പായിരുന്നു. എല്ലാം കൊണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കഴിഞ്ഞ് പോകുമായിരുന്നു. കഴിഞ്ഞ് 2 പള്ളി പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എല്ലാവരും മുട്ടുകുത്തുമ്പോൾ ഒരു കഥയായിരിക്കുകയുള്ളൂ, മുട്ടുകുത്തില്ല. അപ്പം അങ്ങനത്തെ ആ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ കുറച്ച് 4-ാമത്തെ ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം മരുന്നെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു, പച്ചവെള്ളത്തിൽ കുളിക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേന് പച്ചവെള്ളത്തിൽ കുളിക്കാനും തുടങ്ങി, മരുന്ന് ഉപേക്ഷിച്ച്. ഇപ്പോഴും മരുന്ന് കാര്യമായിട്ട് കഴിക്കുന്നൊന്നുമില്ല. ഇപ്പോഴും ആ രോഗമുണ്ട്, പക്ഷേ തീർത്ത് മാറിയിട്ടില്ല.
അതാ ഇപ്പം പിന്നെ ഇതെല്ലാം മാറിയതപ്പം ഇപ്പോൾ 11 വർഷത്തോളമായി. സിസ്റ്റർ മദ്യപിച്ച് വീട്ടിൽ കിടന്ന സമയത്ത് ജോസഫിനെ തേടി വീട്ടിലേക്ക് തേടി വരികയായിരുന്നു. അറിഞ്ഞ് വന്നാണ്. അറിഞ്ഞ് എന്നോട് ആരോ അറിഞ്ഞ് വന്നാന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ജീവിതത്തിലുണ്ടായ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ സന്തോഷകരമായിരുന്നോ? അതെ സന്തോഷകരമായിട്ട് കഴിഞ്ഞു. ജീവിതവും രണ്ടാമത്തെ ഒരു ഒത്തിരി വ്യത്യാസം, പുനർജീവിതം വളരെ മാറ്റം ഉണ്ടായിരുന്നു. വളരെ മാറ്റം ഉണ്ടായി. അതുപോലെ സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടാകും. ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഇപ്പം സാമ്പത്തികം ഇപ്പം കാര്യമായിട്ട് സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. 1.5 സെന്റുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക്. അപ്പോൾ 6 സെന്റ് അതിന് റോഡിനും കൊടുത്ത് ബാക്കിയുള്ള 1 സെന്റിൽ ടെക്സ്മരിയയിലും റോയിസിനും കൂടെ കൂടി ഞങ്ങൾക്ക് ഒരു ഭയങ്കര അത്ഭുതത്താലാണ് വീട് വെച്ചേക്കുന്നത്. അങ്ങനെ 3 മുറിയായിട്ട്. മദ്യപാനത്തിൽ നിന്നും ഒരു മോചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ഒത്തിരി വലിയ ആളുകളായിട്ടൊക്കെ ബന്ധമായി. അത് കഴിഞ്ഞ് ഒത്തിരി വലിയ ആളുകൾ നടക്കില്ലായിരുന്നു. 2.5 വർഷം കാല് വളരെ കാല് തളർന്ന് കിടക്കുമായിരുന്നു. അപ്പം ഈ ധ്യാനം കഴിഞ്ഞ് വന്നത് 10 ദിവസത്തേക്കും തന്നെ നടന്ന് 2 കിലോമീറ്റർ ദൂരത്തിൽ ഞാൻ പോയി തുണി അലക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ആ നാട്ടിലെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ജോസഫിൻ്റെ ഭാര്യ നടക്കില്ലായിരുന്നല്ലോ, എത്ര പെട്ടെന്ന് നടക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തമ്പലക്കാട്ട് ആശ്രമത്തിൽ പോയി ഇത്ര അത്ഭുതമാണ് അവിടെ നടന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പം ടെക്സ്മരിയ സിസ്റ്ററിൽ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് അതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. കാരണം സിസ്റ്റർ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയല്ല മാറ്റം വരുന്നത്. സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലും മറ്റും ആളുകൾ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരാറാണുള്ളത്. എന്നാൽ മദ്യപാനികളെ സിസ്റ്റർ അവിടേക്ക് തേടിച്ചെന്ന് അവരുടെ കുടുംബത്തിലായിരുന്ന് അവരെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം സാഹചര്യത്തെക്കുറിച്ച് സിസ്റ്റർ ഒന്ന് പങ്കുവയ്ക്കുമോ? കുറേ അനുഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വണ്ടിയും കൊണ്ട് ചെന്ന് എടുത്തിട്ടുകൊണ്ട് പോകുമായിരുന്നു. അതിലൊരു 2-3 എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. ഞാൻ പരപ്പ് മഠത്തിലായിരുന്നപ്പോൾ മേരികുള സ്കൂളിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു. അവിടെ 12ാം ക്ലാസ്സിൻ്റെ ചാർജാണ്. അപ്പോൾ ഈ മുതിർന്ന കുട്ടികളെ ഒരു സ്കിറ്റൊക്കെ പഠിപ്പിച്ച് അവർ ടൗണുകളിൽ, ആ ചുറ്റുവട്ടത്തുള്ള ചില ടൗണുകളിൽ അവർ ഈ സ്കിറ്റ് ചെയ്യുന്നു. മദ്യത്തിൻ്റെ അല്ല, വെള്ളത്തിൻ്റെ പ്രാധാന്യം കാണിച്ചുള്ളത്. അപ്പം വെള്ളം അമൂല്യമാണെന്നുള്ളതിനെക്കുറിച്ചൊരു പ്രസംഗം ഞാൻ ചെയ്യുന്നു. ബാക്കി സ്കിറ്റെല്ലാം കുട്ടികൾ ചെയ്യുന്നു. അപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു വലിയ ഒരു ഗ്രൂപ്പ് തന്നെ അങ്ങ് ചെല്ലുക. ഈ ഉപ്പുതറ ജംഗ്ഷന് തൊട്ടവിടെ ഒരു ബിവറേജ് ഉണ്ട്. ഈ ബിവറേജിൻ്റെ ഫ്രണ്ടിലൂടെ ഞാനിങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. ഒരു നല്ല മുഴുവൻ മദ്യപാനിയായി ഒരു ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു. ഞങ്ങൾ ഈ റോഡിൻ്റെ നടുക്ക് 2 പേരും കൂടെ. അപ്പോൾ ഈ ചേട്ടൻ നന്നായിട്ട് കുടിച്ചിട്ടുമുണ്ട്, കയ്യിലൊരു കുപ്പി ഇരിപ്പുമുണ്ട്. ഇനി ഒന്നും കൂടെ ബിവറേജിലോട്ട് കയറാനുള്ള ഒരു പോക്കാം. ഞാൻ അവിടെ നിന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെ എങ്ങോട്ടാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അത് വലിയ ഭാവത്തോടെയോ വലിയ ഇച്ചിരി പ്രായമായി പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ടാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. ഞാൻ ആ കയ്യാലിങ്ങ് പിടിച്ചിട്ട് ആ റോഡിൻ്റെ നടുക്ക് നിൽക്കുന്നയാളെ എൻ്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞു, ഇനി അങ്ങോട്ട് കുടിക്കാൻ പോകുന്നില്ല, ഞാനിപ്പോൾ ഒരു ധ്യാനത്തിന് കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യനെ എൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കി. പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇനി കുടിക്കാൻ പോവല്ല, നമ്മളൊരു ധ്യാനത്തിന് പോവുക. ഞാൻ അത്രയും ധൈര്യമായിട്ട് പറഞ്ഞത് ഒരു ഓട്ടോയും കൊണ്ടൊരു മനുഷ്യനെ പിടിക്കാൻ വേണ്ടി ഞാനും വേറൊരു സിസ്റ്ററും കൂടെ അച്ഛൻ പറഞ്ഞു വിട്ടതായിരുന്നു. ആ കാടെല്ലാം തപ്പി നടന്നു. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവനും വീട്ടിൽ നിന്ന് ഓടി കാട്ടിലോടി. കാട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഓടി അവൻ്റെ ജോലി സ്ഥലത്ത് പോയി. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഇവന് വേണ്ടി തിരഞ്ഞു നടന്നു. പക്ഷെ അവനെ കിട്ടിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതാ കൺമുമ്പിൽ ഒരാൾ. പെട്ടെന്ന് ഞാനിത് പറഞ്ഞു. ആ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ സിസ്റ്റർ എൻ്റെ വീട് ഇച്ചിരി അകലെയാണ്, എൻ്റെ വീട്ടിൽ ഭാര്യയില്ല, ഞാനിപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു. എങ്ങനെയാലും വാട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് വരുക, നമ്മൾ സാധനം എടുക്കുന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പ്രസംഗമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത, ഞാൻ ആ ടൗണിൽ നിന്നൊരു വെള്ളത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, 10 മനുഷ്യർ കേട്ടില്ല, ഒന്നെങ്കിൽ നന്നായിരുന്നു പറയും, അല്ല ചീത്തയായിരുന്നു പറയും. ഇതിനേക്കാൾ നല്ലത് ഒരൊറ്റ വ്യക്തി എനിക്ക് കിട്ടിയാൽ ഒരു വലിയ സ്വർഗം കിട്ടുന്നൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഞാൻ സിസ്റ്ററിനെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മനുഷ്യൻ്റെ കൂടെ ഈ മനുഷ്യനെ ഒരു ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങളെടുത്തു. ആ സമയത്ത് അദ്ദേഹം ഒന്ന് കുളിച്ചു. ഏതാണ്ട് വലിയ എങ്ങാണ്ട് യാത്ര പോകുന്ന മട്ടിൽ അദ്ദേഹം കുളിക്കുന്നുണ്ട്. കുളിച്ചു, സാധനങ്ങളൊക്കെ ഞങ്ങളെടുത്തു. ഞങ്ങൾക്കറിയാവുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഷേവിങ് സെറ്റും എല്ലാം ഉൾപ്പെടെ എല്ലാം എടുത്തെല്ലാം ഞങ്ങൾ വെച്ചു. പെട്ടെന്ന് ഞങ്ങൾ ആ ഓട്ടോയെ കയറ്റി തമ്പലക്കാട് ആശ്രമത്തിൽ ധ്യാനത്തിന് കൊണ്ടുവന്നു. മിടുക്കനായിട്ട് ധ്യാനിച്ചു. തമ്പുരാൻ്റെ വലിയ കൃപയാൽ ഏതാണ്ടൊരു 10-11 വർഷം കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. ഇതുപോലുള്ള മറ്റനുഭവങ്ങളും സൃഷ്ടിനുണ്ടായിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും മദ്യപാനത്തിലൂടെ കുടുംബങ്ങൾ തകരുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ആത്മഹത്യയുടെയൊക്കെ വക്കിലേക്ക് എത്തിപ്പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവരെയൊക്കെ അതിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള
സംവിധാനങ്ങൾ അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുടുംബം ഞാൻ ഒരു കുളത്തുവയലിൽ ഒരു ധ്യാനത്തിന് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴേക്കും ഒരു കുടുംബം ഒരു ധ്യാനത്തിന് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി വന്നു ചോദിച്ചു, സിസ്റ്ററിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ, കുറച്ച് പേർക്കൊക്കെ ആവശ്യമുണ്ട്. ഞാൻ പെട്ടെന്ന് തിരിച്ച് കയറി ചെന്നിട്ട് ഈ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞ് ഞാൻ മഠത്തിലേക്ക് പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയോ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഫോൺ എൻ്റെ ബൂത്തിൻ്റെ തൊട്ട് എൻ്റെ ബാഗ് കൊണ്ട് വെക്കുന്ന മൊമെൻറ്റിൽ ഒരു ഫോൺ റിങ് ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ ചോദിക്കുക, സിസ്റ്റർ ടെസ്സിമരിയ ഉണ്ടോ? ഇത് 7ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ, സിസ്റ്റർ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്, ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ല, ഞങ്ങൾ ഇച്ചിരി പൈസ ബ്ലേഡിൽ നിന്ന് എടുത്തതാണ്, അതെല്ലാം അങ്ങോട്ട് കടം കയറി മൂടി അവർ ഞങ്ങളെ ഇരിക്കപ്പുറത്തേയില്ല. ആകെപ്പാടെ ഒരു കലുഷിതമായൊരു അന്തരീക്ഷമായിരുന്നു. എനിക്ക് എന്താണെങ്കിലും എനിക്ക് ആ കുടുംബത്തെ ഈ ബഹുമാനോട് വെച്ചുകാരുടെ അച്ഛൻ്റെയും സിസ്റ്റർ ഗ്രേസിൻ്റെയും ഒക്കെ സഹായത്തോടെ ആ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റി. ഇന്ന് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ തമ്പലക്കാട് ഇമ്മാനുവൽ റിന്യൂ സെൻറ്ററിൽ മദ്യപാന്മാർക്കുള്ള ഒരു ധ്യാനത്തിന് ഞാൻ പങ്കെടുക്കാൻ ചെന്ന് അവിടെ സിസ്റ്റർ ക്ലാസ് എടുക്കാൻ വരുമ്പോഴാണ് ഞാൻ സിസ്റ്ററിനെ, അതിനു മുമ്പ് സിസ്റ്ററിനെ അറിയാം, എങ്കിലും ഇങ്ങനൊരു ഇതിലേക്ക് സിസ്റ്റർ ഇങ്ങനെ ഈ ഒരു മദ്യപാന്മാർക്ക് വേണ്ടി അവരെ പിടിച്ചുകൊണ്ടുപോയി ധ്യാനിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി സിസ്റ്റർ ഉണ്ട് എന്നുള്ളത് എനിക്ക് അന്നേരമാണ് ഞാൻ കറക്റ്റായിട്ട് സിസ്റ്ററിനെ കുറിച്ച് അറിയുന്നത്. അവിടെ സിസ്റ്റർ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും കുറിച്ചുമാണ് സിസ്റ്റർ ക്ലാസ് എടുത്തത്. അപ്പോൾ ആ ക്ലാസ് എടുത്തപ്പം സിസ്റ്റർ ഇങ്ങനെ മയക്കുമരുന്നിനെക്കുറിച്ചും മദ്യത്തിനെക്കുറിച്ചും ക്ലാസ് എടുത്തുകൊണ്ട സമയത്ത് ഞാനിങ്ങനെ ഈ പാൻ മസാല ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു, ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് സിസ്റ്റർ അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തത് എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി എൻ്റെ ശരിക്കും ഉള്ളിൽ തട്ടിയൊരു കാര്യമാണ്. അപ്പോൾ അവിടുന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ ഇനിയൊരു പുതിയ മനുഷ്യനായി ജീവിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഞാൻ അവിടുന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നും സിസ്റ്ററുമായിട്ട് നിരന്തരം സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോ കാര്യങ്ങൾക്കും എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. എപ്പോഴും സിസ്റ്റർ വരും, സിസ്റ്ററിനെ അങ്ങനെ കാണും. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് സ്ഥിരമായിട്ട് തമ്പലക്കാട് ആശ്രമത്തിൽ എല്ലാ ധ്യാന സമയത്തും ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ പോകും. പിന്നെ സിസ്റ്ററിൻ്റെ കൂടുതൽ സിസ്റ്റർ എവിടെ വിളിച്ചാലും ആരെ മദ്യപാന്മാരായിട്ടുള്ള ആൾക്കാർ എവിടെ ഉണ്ടെങ്കിലും അവരെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ സിസ്റ്ററും കൂടെ തൃശ്ശൂരൊക്കെ ആളിനെ ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. തൃശ്ശൂർ അതുപോലെ തമ്പലക്കാട് ആശ്രമത്തിൽ നിന്ന് ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒത്തിരി ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഈ കുർബാനയ്ക്ക് പോകാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഈ ഒരു നല്ലൊരു ബോധ്യമുണ്ടായി. ഈ ധ്യാനം കൂടിയതിൽ നിന്ന് എനിക്ക് കുർബാന മുടക്കി തമ്പുരാനിൽ നിന്ന് ഒത്തിരി അകന്നുപോയി. അപ്പോൾ ഇതിന് പരിഹാരമായി തമ്പുരാന് വേണ്ടി തിരിച്ചൊരു പരിഹാരം ചെയ്യുക എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടെ ഞാൻ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം എന്നെനിക്കിങ്ങനെ ഒരു മനസ്സിലൊന്നും ഒരു രൂപം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം സിസ്റ്ററുമായിട്ടും കൂടെ ആലോചിച്ചു. സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഞായറാഴ്ച വെറുതെ ഇരിക്കുകയാണ്, ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞ് നേരത്തെ പള്ളിയിൽ പോലായിരുന്നു, ധ്യാനം കഴിഞ്ഞ് പള്ളിയിൽ പോകും. അപ്പോൾ ഞായറാഴ്ച വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് സിസ്റ്റർ ഞാൻ ചോദിച്ചു, സിസ്റ്റർ നമുക്ക് ഭക്ഷണം അവർ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം ഭക്ഷണം ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞായറാഴ്ച രാവിലത്തെ കുർബാന കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ ഒരു പ്രചോദനം കൂടെയാണ് ആ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ 3.5 വർഷമായിട്ട് എല്ലാ ഞായറാഴ്ചയും തമ്പലക്കാട് പെനുവേൽ ആശ്രമത്തിൽ 140ഓളം മാനസിക രോഗികളായ ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാ ഞായറാഴ്ചയും 140 വീടിലും വീടുകളിൽ കൂടെ പോയി ഭക്ഷണപ്പൊതി ശേഖരിച്ച് ഞാനിപ്പം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് പൊടിമറ്റത്ത് മോചന എന്നൊരു കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയിൽ 400 മദ്യം നിർത്തിയ ഇതിൽ നിന്ന് തിരികെ വന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു കോർഡിനേഷനിൽ നിൽക്കുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ എല്ലാ 10-ാം തീയതിയും തമ്പലക്കാട് ഈ മാസം ഉണ്ടായിരുന്ന 13 പേരുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഈ കൂട്ടായ്മയിൽ നിന്ന് കൊണ്ടുപോയത്. അങ്ങനെ എല്ലാ മാസവും ഈ തമ്പലക്കാട് കൊണ്ടുപോകും. ഇങ്ങനെ മദ്യപാന്മാരെ കൊണ്ടുപോകാനായിട്ട് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരാൾ ഉണ്ട്, ആളിനെ കൊണ്ടുപോകാൻ ഞാൻ സന്നദ്ധനാണ്. ഏറെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ സഭയ്ക്കും സമൂഹത്തിനും സേവനം ചെയ്യുന്ന സിസ്റ്റർ ടെസ്സിമരിയയുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്തത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെയും തടവറയിലായിരിക്കുന്ന ആളുകളുടെ പുനരധിവാസത്തിനുമായും സിസ്റ്റർ ചെയ്യുന്ന നിരവധി മേഖലകളെ നാം കണ്ടും കേട്ടും മനസ്സിലാക്കി. ഇനിയും സിസ്റ്റർ ചെയ്യുന്ന പുതിയ കർമ്മ പദ്ധതികളെക്കുറിച്ച് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി സിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.